രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സമൂഹ മാധ്യമങ്ങളിലും അതുവഴി പൊതുരംഗത്തും സജീവമാകാൻ അവസരമൊരുക്കിയത് മലയാള മാധ്യമ രംഗത്തെ പ്രമുഖ ചാനലായ 24 ന്യൂസ് ആണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒരിക്കലും ഒരു മനുഷ്യനും പെട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കേസിലകപ്പെട്ട് നിരവധി നാളുകൾ ജയിലിൽ കിടന്ന ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങളെ അഭിമുഖീകരിക്കാനും പൊതുരംഗത്ത് വന്ന് തല ഉയർത്തി സംസാരിക്കുവാനും ഇപ്പോൾ കഴിയുന്നത് ആ ഒരൊറ്റ അഭിമുഖം മൂലമാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള 24 ന്യൂസിൽ ഹാഷ്മി നടത്തിയ ഇന്റർവ്യൂ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന കോൺഗ്രസിന് വലിയൊരു കച്ചിത്തുരുമ്പായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അതുപോലെ കോൺഗ്രസ് പാർട്ടി ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള കടന്നുവരവിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. എന്നാൽ ആ പാർട്ടിയിലെ തന്നെ ഷാഫി പറമ്പിൽ അനുകൂല യുവാക്കളും അതുപോലെ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗ് സൈബർ പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിന് സജീവമാകണമെന്നും അതുപോലെ പാലക്കാട് വീണ്ടും മത്സരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM കരുക്കൾ നീക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മാങ്കൂട്ടം അനുകൂലികളും മാങ്കൂട്ടം വിരുദ്ധരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതിനിടയിൽ കളി കാണുന്നവരുടെ റോൾ മാത്രമേ CPMനും LDFിലെ മറ്റ് പാർട്ടികൾക്കുമുള്ളൂ. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശനെ സംബന്ധിച്ച് ഇതുവരെ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരടഞ്ഞ അധ്യായമായിരുന്നു. അങ്ങനെയാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ നമ്മൾ കരുതി വന്നിരുന്നത് പോലെ ഇനി കരുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില പ്രത്യേക നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കോൺഗ്രസിനുള്ളിലെ നീക്കങ്ങളുടെ വിവരങ്ങൾ CPMനെയാണ് ഭയപ്പെടുത്തുന്നത് എന്ന് സൈബർ ലോകത്തെ കോൺഗ്രസ് പ്രവർത്തകർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ പറവൂർ പറമ്പിൽ മാങ്കൂട്ടം ടീം, അതായത് VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ടീം വീണ്ടും ഒരുമിക്കുകയാണ്. അല്ല, ഒരു ചെറിയ തിരുത്തുണ്ട്, ആ ഒരുമിക്കൽ പരസ്യമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള രാഷ്ട്രീയം കണ്ട അങ്ങേയറ്റത്തെ സെക്ഷൽ പെർവർട്ടും പ്രഡേറ്ററുമായ ഒരു അധമനെ പൊതിഞ്ഞ് സംരക്ഷിച്ചയാളുടെ പേരാണ് VD സതീശൻ. എങ്ങനെയാണ് ആ സംരക്ഷണം ഒരുക്കിയതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിന് ലഭിച്ചെങ്കിലും ആ പരാതികളിൽ ഒന്നും നടപടിയെടുക്കുകയോ പരാതികൾ പുറത്തു കാണിക്കുകയോ പുള്ളി ചെയ്തില്ല. പക്ഷെ ഒടുവിൽ പരാതിക്കാരി രംഗത്ത് വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം വലിച്ചുവാരി പുറത്തിട്ടപ്പോൾ രാഹുലിനെതിരെ പരാതികൾ വന്ന ശേഷം താനയാളെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംരക്ഷിച്ചില്ല എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി VD സതീശൻ്റെ PR വാഴ്ത്ത് സംഘം മുന്നേറുന്നത്. എന്നാൽ ഇതൊരു ഡ്രാമ മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ സതീശൻ്റെ പത്രസമ്മേളനത്തോടെ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസുകാർ ചേർന്ന് ഓൺലൈൻ സ്പേസിൽ സതീശനെ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചെന്നും തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത സൈബർ അറ്റാക്കിലും പ്രതിപക്ഷ നേതാവ് തൻ്റെ സ്ത്രീപക്ഷ നിലപാടിൽ ഉറച്ചു നിന്നു എന്നൊക്കെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നേരത്തെ പ്രചരിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിന് സംഭവിച്ച ഡാമേജ് ഒരു പരിധിവരെ പരിഹരിക്കാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സതീശൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്താനും കഴിയുമെന്നാണ് PR സ്ട്രാറ്റജിസ്റ്റുകൾ സതീശനെ ഉപദേശിച്ചത്. ആ തിരക്കഥയുടെ ഭാഗമായാണ് കേക്കച്ചൻ, മൂക്കച്ചൻ എന്നിങ്ങനെയുള്ള വിളികൾ പോലും ഉണ്ടായത്. എന്നാൽ തന്നെ തെറിവിളിക്കാൻ ഷാഫി പറമ്പിലിൻ്റെ ശിഷ്യരെ വിന്യസിച്ചതുൾപ്പെടെ നടന്നത് സതീശൻ്റെ ബുദ്ധി തന്നെയായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിലെ ചില സംസാര കേന്ദ്രങ്ങൾ പറയുന്നതും. പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുലും ഷാഫിയും അവരുടെ കറക്കു കമ്പനിയും ഇതിനകം വെറുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ശ്രീപക്ഷ നിലപാടെടുത്തതിന് ഷാഫി മാങ്കൂട്ടം കോക്കസിനാൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടയാൾ എന്ന രക്തസാക്ഷി പരിവേഷം ചില മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന് ചാർത്തിക്കൊടുക്കുകയും ചെയ്തു. സതീശനും വടകര MP ഷാഫി പറമ്പിലും പ്രഥമദൃഷ്ടിയ അകൽച്ചയിലാണെന്ന തോന്നൽ നാട്ടുകാരിൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്തു. രാഹുലിനെതിരായ നടപടി തൻ്റെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്നും അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്നും മനോരമ ഫോർത്തൂസ് വേദിയിൽ സതീശൻ തള്ളിമറിക്കുന്നതുവരെ നമ്മൾ കണ്ടു. എന്നാൽ നാട്ടുകാർ കാണാതെ തൻ്റെ പ്രിയ ശിഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് സതീശൻ അപ്പോഴും ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം കർണാടകയിലെ മുൻ കോൺഗ്രസ് മന്ത്രി NA ഹാരിസിൻ്റെ മകനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ മുഹമ്മദ് ഹാരിസ് നാലപ്പാട് MLAയുടെ സംരക്ഷണയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് ഏറെ ദിവസങ്ങളാണ്.
സതീശനും ഷാഫിയും അറിയാതെ കർണാടക കോൺഗ്രസിന്റെ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സതീശൻ അറിഞ്ഞില്ലെങ്കിൽ സതീശൻ അത്രമാത്രമേ കോൺഗ്രസിൽ വിലയുള്ളൂ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ട എല്ലാവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകാനും സതീശൻ തയ്യാറായി. മാങ്കൂട്ടത്തിന്റെ കൂട്ടുപ്രതിയായ അടൂരുകാരനും വീട്ടിലടച്ചു താമസിച്ച നാടുകളിൽ ഉൾപ്പെടെ വലങ്കയ്യായി നിന്ന മറ്റൊരു ഉപഗ്രഹത്തിലും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാത്രം കോൺഗ്രസിൽ ചേക്കേറിയയാൾക്കും എന്തിനേറെ പറയുന്നു, മാങ്കൂട്ടത്തെ നിയമസഭയിലേക്ക് അനുഗമിച്ചു എന്ന ഒറ്റ കാരണത്താൽ സതീശന്റെ ആർട്ടിഫിഷ്യൽ കോപത്തിനു പാത്രമായ നേമത്തുകാരൻ യൂത്ത് കോൺഗ്രസ് നേതാവിനും ഉൾപ്പെടെ സകല രാഹുൽ നോമിനികൾക്കും സീറ്റ് ലഭിക്കുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യമല്ലേ? ഇതൊന്നും സതീശൻ അറിയാതെയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോഴും സതീശൻ ഷാങ്കൂട്ടം, അതായത് ഷാഫി മാങ്കൂട്ടം, അതാണ് ഷാങ്കൂട്ടം. സതീശൻ ഷാങ്കൂട്ടം എന്ന പേരിൽ ഒരു യുദ്ധം നടക്കുന്നു എന്ന പ്രതീതിയാണ് മാധ്യമങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. സതീശൻ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ച ആ നരേറ്റീവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അയാൾക്ക് ഗുണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന നിമിഷം സതീശൻ രാഹുലിന്റെ തലയിൽ ഉമ്മ വയ്ക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ സന്തോഷ പ്രകടനമായിരുന്നില്ല അന്ന് കണ്ടത്. MLA-മാരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഉമ്മൻചാണ്ടി പിന്തുണച്ച രമേശ് ചെന്നിത്തലയെ പിന്തള്ളാൻ 2021 മെയ് മാസത്തിൽ സതീശന് തുണയായത് ഷാഫി പറമ്പിലിന്റെ കുശാഗ്ര ബുദ്ധിയാണ്. ആ ഷാഫിയുടെ വലങ്കയ്യായി നിന്നത് മാങ്കൂട്ടവും. അതിന് നന്ദി പ്രകടനമായിരുന്നു തൃക്കാക്കരയിലെ ആ ആലിംഗനവും മൂർധാവിലെ ആ ഉമ്മയും. 2021 മെയ് മുതൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ പറവൂർ പറമ്പിൽ മാങ്കൂട്ടം അച്യുതണ്ടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു 2022 ഏപ്രിൽ മെയ് മാസങ്ങളിലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടവും ജൂൺ 3 വിജയാഘോഷ ദിനവും. സ്വന്തമായി ഗ്രൂപ്പില്ലാത്ത സതീശന്റെ ഗ്രൂപ്പിന്റെ പടനായകനും സഹപടനായകനുമായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. ഇരുവരുടെയും എല്ലാ ചെയ്തികളെയും സതീശൻ പിന്തുണച്ചു. പകരം സതീശന് ഇരുവരുടെയും സഹായവും നിർബോധം കിട്ടിപ്പോന്നു എന്നു തന്നെയാണ് മനസ്സിലാകുന്നത്. പറവൂരുകാരിയായ നടി ആർജവത്തോടെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ശരിക്കും വെട്ടിലായത് രാഹുലിനെതിരെ തനിക്ക് കിട്ടിയ ഗൗരവകരമായ പരാതികൾ പൂഴ്ത്തിയ സതീശൻ തന്നെയായിരുന്നു. ആ പരാതികൾക്കു ശേഷമാണ് ഷാഫിയുടെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കുമെല്ലാം രാഹുൽ ഉയർത്തപ്പെട്ടത്, അഥവാ സതീശനും ഷാഫിയും ഉയർത്തിയത്. നടിയുടെ തുറന്നു പറച്ചിലിന്റെ ക്ഷീണത്തിൽ നിന്നും കരകയറുവാനുള്ള സതീശന്റെ പൂഴിക്കടകനായിരുന്നു അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന ഡയലോഗും പിന്നീടുള്ള വ്യാജ സൈബർ യുദ്ധങ്ങളും മറ്റും. ഈ തിരക്കഥകളെല്ലാം പക്ഷേ DK മുരളി എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഒറ്റ അസ്ത്രത്തിൽ പൊളിഞ്ഞു പോകുന്ന സീനാണ് കഴിഞ്ഞ ദിവസം നിയമസഭാ പരിസരത്ത് കണ്ടത്. വാമനപുരം MLA DK മുരളിയാണ് സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ഉയർന്നുവന്ന ഗുരുതരമായ പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്ന് സ്പീക്കർക്ക് പരാതി നൽകിയത്. ഈ പരാതിയാണ് സ്പീക്കർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയതും തുടർന്ന് ഫെബ്രുവരി 23 നിയമസഭാ എത്തിക്സ് കമ്മിറ്റി പരാതിക്കാരനെ കേൾക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ഫെബ്രുവരി 23 ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെയും എത്തിക്സ് കമ്മിറ്റി വിശദമായി കേൾക്കും. അതിനുശേഷം മാത്രമേ അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുകയുള്ളൂ. ആ നിലയ്ക്ക് DK മുരളിയെ കേൾക്കുക എന്ന എത്തിക്സ് കമ്മിറ്റിയുടെ ഈ പ്രാരംഭ നടപടിയിൽ സതീശന് അസ്വസ്ഥനാകേണ്ട ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം നിലവിൽ കോൺഗ്രസ് പാർട്ടി അംഗമല്ലാതിരിക്കുകയും സതീശൻ അയാൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ. എന്നാൽ നമ്മൾ എന്താണ് കണ്ടത്? സതീശൻ എത്തിക്സ് കമ്മിറ്റി സിറ്റിങ്ങിനെതിരെ ഉറഞ്ഞു തുള്ളി. കടൽ ഇരമ്പി വരേണ്ടി വന്നില്ല. 24 ചാനലിൽ ഹാഷ്മിയുടെ വക ഒരു വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ വരുമ്പോഴേക്കും സതീശൻ U-turn അടിച്ചു. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച തിരക്കഥയുടെ ഭാഗമാണ് ഈ ഇൻ്റർവ്യൂ എന്നതിന് സതീശൻ്റെ തൊട്ടടുത്ത ദിവസത്തെ പ്രകടനം മാത്രം മതി തെളിവ്. എത്തിക്സ് കമ്മിറ്റിയിലെ UDF അംഗങ്ങളായ റോജി M. ജോൺ, UA ലത്തീഫ് എന്നിവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി എതിർക്കുമെന്ന് സതീശൻ നിയമസഭയ്ക്ക് മുന്നിൽ വച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യാജന്റെ MLA പദവി സംരക്ഷിക്കാൻ UDF നേതൃത്വം ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനുള്ള അരങ്ങൊരുക്കലായിരുന്നു ഹാഷ്മി എന്ന മാധ്യമപ്രവർത്തകന്റെ ഇൻ്റർവ്യൂ എന്നാണ് പൊതുജന സംസാരം. പലരും അതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ആണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ഹാഷ്മിയുടെ മുന്നേയുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ ആ സംശയം ഉയർത്തുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സതീശന്റെ സ്ത്രീപക്ഷ നിലപാടും രാഹുലിനെ പോലെ വെറും വ്യാജമാണെന്ന് മനസ്സിലാകാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചാനലിൽ വന്നിരുന്ന് ഇരകളെ ഭീഷണിപ്പെടുത്തിയ ഒരു സെക്ഷൽ പ്രഡേറ്റർക്ക് വേണ്ടിയാണ് സതീശന്റെ ഏറ്റവും പുതിയ വക്കാലത്ത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ്?
കുറച്ചുകാലം നാട്ടുകാരെ പറ്റിക്കാൻ കോമ്പിനേഷൻ സീനുകളിൽ വരാതെ മാറി നിന്ന പറവൂർ പറമ്പിൽ മാങ്കൂട്ടം ടീം പുതിയ തിരക്കഥയിൽ വീണ്ടും ഒരുമിക്കുകയായിരുന്നു. പക്ഷേ DK മുരളിയുടെ ആ ഇടപെടൽ ചായത്തിൽ മുങ്ങി നിന്ന സതീശനെ കൊണ്ട് വെറുതെ കൂവിപ്പിച്ചു കളഞ്ഞു.